നമോ ഭഗവതേ വാസുദേവായ. ദശകം 4 ശ്ലോക 10. ലിംഗദേഹം അഭിസന്ധ്യജൻ അധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹഃ ഊർധ്വലോകകുതുകീതുമൂർധതഃ സാർദ്ധം ഏവ കരണൈഃ നിരീയതേ. ലിംഗദേഹം നമ്മുടെ എല്ലാം സൂക്ഷ്മ ശരീരം. അപി തൻ്റെ, സന്ധ്യജൻ ഉപേക്ഷിച്ചുകൊണ്ട്, അധോ പിന്നീട് പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിൽ ഉയർത്തുക, ലീയതേ അതിൽ ലയിച്ചുകൊണ്ട്, ത്വയി ഭഗവാനിൽ, പരേ പരബ്രഹ്മസ്വരൂപമൂർത്തി, നിരാഗ്രഹക ബ്രഹ്മാദി ലോകങ്ങളിൽ പോലും കൊതിയില്ലാത്ത യോഗികൾ. ആദ്യത്തെ ഇത്രയുമാണ് സദ്യോമുക്തി എന്ന് പറയപ്പെടുന്നത്. അടുത്തത് പറയപ്പെടുന്നത് ക്രമമുക്തിയെയാണ്. ഊർധ്വലോക, അതായത് ബ്രഹ്മലോകങ്ങൾ, കുതുകി കാണാൻ കൊതിക്കുന്ന ഒരു മനസ്സ്, തു യോഗികൾ, മൂർധത ബ്രഹ്മരംഗത്തിലൂടെ, സാർദ്ധം ചേർന്ന് തന്നെ, ഏവ അങ്ങനെ, കരണൈഹി സൂക്ഷ്മ ശരീരത്തോടു കൂടി, നിരീയതേ പുറത്തേക്ക് ഗമിക്കുന്നത്. ലിംഗദേഹമഭിസന്ധ്യജന്നധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹഃ ഊർധ്വലോകകുതുകീതുമൂർധതഃ സാർദ്ധമേവ കരണൈർനിരീയതേ. ഇവിടെ 2 തരത്തിലുള്ള മുക്തികളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതായത് നമുക്ക് സദ്യോമുക്തിയും ലഭിക്കാൻ സാധ്യതയുണ്ട്, ക്രമമുക്തിയും ലഭിക്കാം. അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് നമ്മളെ തയ്യാറെടുപ്പിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. സദ്യോമുക്തിക്ക് നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചതിന് ശേഷം പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് ഭഗവാനിൽ ലയിക്കണം. അത് മാത്രവുമല്ല, പരബ്രഹ്മ സ്വരൂപനായ ആ മൂർത്തിയെ മനസ്സിൽ ഏകാഗ്രമായി ചിന്തിച്ചുകൊണ്ട് ബ്രഹ്മാദി ലോകങ്ങളെ പോലും കൊതിയില്ലാത്ത ആ തരത്തിലുള്ള യോഗികളാണ് സദ്യോമുക്തി കിട്ടി വൈകുണ്ഠത്തെ പ്രാപിക്കുന്നത്. അതേസമയം ക്രമമുക്തി ആഗ്രഹിക്കുന്ന ഭക്തന്മാർ ബ്രഹ്മലോകങ്ങളെ കാണാൻ കൊതിക്കുന്ന യോഗികളാണ്. അവർ ബ്രഹ്മരംഗത്തിലൂടെ ചേർന്ന് അവിടെ തൻ്റെ സൂക്ഷ്മ ശരീരത്തോടു കൂടി പുറത്തേക്ക് ഗമിക്കുന്നു. താങ്ക് യു.